പാട്ട് എഴുതണമെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിവാഞ്ചയുണ്ട്. പക്ഷേ ഞാനങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കാൻ പോയില്ല. കാരണം MA പഠിക്കുന്നു, വേറെ ചില സങ്കല്പങ്ങളുണ്ട്, IAS പാസ്സാവണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിരിയുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി കാക്കനാടൻ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ എഴുത്തും എൻ്റെ എഴുത്തും കണ്ട് ഒരുപോലെയാണ്. കാക്കനാടൻ കുറച്ച് ഇറോട്ടിക് ആയിട്ടുള്ള നോവലാണ് എഴുതിക്കൊണ്ട് 1970-കളിൽ ഇപ്പോൾ വസൂരി എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണെങ്കിലും അതുപോലെ പറങ്കിമല, ഉഷ്ണമേഖല, അങ്ങനെ ഒരുപാട് നോവലുകൾ. ഈ നോവലുകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഇറോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ലൈംഗിക തൃഷ്ണകളെ മലയാളി അത്രയും നാൾ മലയാളി ഒതുക്കി വച്ചിരുന്ന ചില ലൈംഗിക തൃഷ്ണകളെ ഓപ്പണായിട്ട് എഴുതുന്ന ഒരു ശൈലി. അത് ഓപ്പണാണെന്ന് പറയുമ്പോഴും അതിനകത്തൊരു പോയറ്റിക് ശൈലി ഉണ്ടെങ്കിലും അത് കുറേ ആളുകൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അതൊരു വലിയ ട്രെൻഡായിട്ട് അന്നത്തെ യുവതലമുറ ഏറ്റെടുത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. പിന്നെ കാക്കനാടൻ അപ്രതിരുദ്ധനായിട്ടുള്ള വലിയൊരു എഴുത്തുകാരനായിട്ട് മാറുകയും